ഹലോ വ്യൂവേഴ്സ്, നമസ്തേ, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ സോഫ്റ്റ്വെയർ പെർഫോമൻസ് വീഡിയോയിൽ കാണിക്കുന്നത് നിഫ്റ്റിയുടെ മോർണിംഗ് പെർഫോമൻസ് ആണ്. അപ്പോൾ നമ്മുടെ സോഫ്റ്റിൻ്റെ ഒരു അനലൈസ് ലൈവായിട്ട് നിങ്ങൾക്കൊരു ഡെമോൺസ്ട്രേഷൻ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കസ്റ്റമർ സപ്പോർട്ട് നമ്പർ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കോളർ വാട്സപ്പ് സെയിം നമ്പർ തന്നെയാണ്. അപ്പോൾ നിഫ്റ്റിയുടെ പെർഫോമൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ രാവിലെ നിഫ്റ്റിയിൽ സെൽ സിഗ്നലാണ് നമുക്ക് തന്നിരുന്നത്. 26,122 നമുക്ക് ആ ട്രേഡ് വന്നിരിക്കുന്നത് 9:38. നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഏറ്റവും മേഖലയിൽ കാണാൻ സാധിക്കും. നമ്മുടെ ഈ റെഡ് ആരോ ആണ് സെല്ലെന്ന് പറയുന്നത്. സെല്ലെന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം പുട്ട് സൈഡ് ആയിരുന്നു രാവിലെ സോഫ്റ്റ് നമുക്ക് എൻട്രി തന്നത്. അപ്പോൾ സോഫ്റ്റ് ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട് 26,122. അപ്പോൾ നമുക്ക് ഈ ലെവൽ അനുസരിച്ചുള്ള ഏത് സ്ട്രൈക്കും എടുക്കാം. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാപിറ്റൽ അനുസരിച്ച് ഇൻ ദ മണിയോ അറ്റ് ദ മണിയോ ഔട്ട് ഓഫ് ദ മണിയോ ഏതും എടുക്കാമെന്ന് അർത്ഥം. അപ്പോൾ നമ്മുടെ സോഫ്റ്റിനകത്ത് ഈ ഓപ്ഷൻ ചെയിനും കൂടെ ഉള്ളത് കൊണ്ട് നമ്മൾ നിഫ്റ്റി എപ്പോഴും നമ്മൾ ഫസ്റ്റ് നോക്കേണ്ട അതിൻ്റെ മെയിൻ ചാർട്ട് തന്നെയാണ്. കാരണം ഇതിനെ ബേസ് ചെയ്ത് എൻ്റെ ഓപ്ഷൻസ് പോകണം. അപ്പോൾ ഇവിടെ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ കോളാണോ പുട്ടാണോ നമ്മൾ എടുക്കാണ് ഏത് സ്ട്രൈക്കോ എന്നുള്ളത് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 26,122 നിൽക്കുന്ന മാർക്കറ്റിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 26,100 അറ്റ് ദ മണിയായിട്ട് എടുക്കാം. ഇൻ ദ മണിയിൽ അതിൻ്റെ മേലിൽ ഏത് 200, 300, 400 അത് നമ്മുടെ ക്യാപിറ്റൽസ് ഏത് പ്രീമിയം എടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ ട്രേഡ് വരുമ്പോൾ തന്നെ ഇവിടെ സിഗ്നൽ വരുമ്പോൾ തന്നെ നേരെ നിങ്ങൾ അതിൻ്റെ ഓപ്ഷൻ ചാർട്ട് എടുക്കുമ്പോൾ ഞാൻ ഓൾറെഡി ഒരെണ്ണം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമ്മൾ രാവിലെ എടുത്തതാണ് 26,200 പുട്ട് ഓപ്ഷൻ്റെ ചാർട്ടാണ് ഞാൻ ഇവിടെ എടുത്തിട്ടിരിക്കുന്നത്. ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് നിഫ്റ്റി ട്രേഡ് വരുമ്പോൾ നമ്മൾ അതിൻ്റെ ഓപ്ഷൻ ചാർട്ട് എടുക്കുക. ഓപ്ഷനിലാണ് നിങ്ങൾ കൺഫർമേഷൻ ഒക്കെ നോക്കേണ്ടത്. ഓപ്ഷനിൽ ബൈ എൻട്രി വന്നോ നോക്കുക. രാവിലെ നമുക്ക് എൻട്രി ഉണ്ടായിരുന്നു. നമുക്ക് ആരോ വന്ന് താഴത്തെ ബാറും പ്രൈസ് സോണാണ് നമ്മുടെ കൺഫർമേഷൻ. താഴത്തെ ബാർ ഗ്രീനും പ്രൈസ് ബൈ സോൺ ആണെങ്കിൽ അത് കൺഫേം എന്നർത്ഥം. സോഫ്റ്റ് നമ്മൾ ഏത് ഓപ്ഷൻ എടുത്താലും എൻട്രി പോയിന്റ് അതേ ചാർട്ടിൽ കാണിച്ചു തരും. എക്സിറ്റ് ലെവലിൽ താഴത്ത് 3 ടാർഗറ്റും സ്റ്റോപ്പ് ലോസും ഉണ്ടാകും. അപ്പോൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എവിടെ നമ്മൾ എക്സിറ്റ് ചെയ്യണമെന്നൊക്കെ. അപ്പോൾ ഇതിപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ട്രേഡ് രാവിലെ നമുക്ക് പ്രോഫിറ്റ് വന്ന് ടാർഗറ്റ് എല്ലാം അച്ചീവ് ചെയ്ത് നിൽക്കുവാണ്. ഇനി നമുക്കിവിടെ റീ എൻട്രി എടുക്കാൻ സാധിക്കും. അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മാർക്കറ്റ് അതിൻ്റെ റെസിസ്റ്റൻസിനെ എടുക്കണം. അതായത് റെഡ് സ്റ്റാറാണ് റെസിസ്റ്റൻസ്. അതിനെ എടുക്കുകയാണെങ്കിൽ മാത്രം നമ്മൾ ഒരു റീ എൻട്രി എടുക്കാവുള്ളൂ. വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്നൊരു സ്ട്രാറ്റജി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ താല്പര്യമുണ്ടോ സ്ട്രാറ്റജി എങ്കിൽ കസ്റ്റമർ സപ്പോർട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ. താങ്ക് യു.